ഹായ് എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്താണ് ഗൂഗിൾ പേ, എങ്ങനെയാണ് ഗൂഗിൾ പേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് പറയാനായിട്ട് പോകുന്നത്. ഗൂഗിൾ പേ എന്നത് വളരെ സിമ്പിളായിട്ടും ഫാസ്റ്റായിട്ടും നമുക്ക് ഒരാൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്യാനായിട്ടും സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത് US-ലും ഇന്ത്യയിലും മാത്രമാണ്. ബാക്കി എല്ലാ പേയ്മെൻറ്റ് ഓപ്ഷൻസിൻ്റെയും പോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു ആപ്പാണിത്. പക്ഷെ വളരെ സിമ്പിളാണ്, ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ പ്രത്യേകിച്ച് വീട്ടമ്മമാരെ ഉദ്ദേശിച്ചാണ് ഞാനിതിങ്ങനെ പറയുന്നത്. ആദ്യം തന്നെ ഈ ആപ്പ് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇപ്പോൾ ഇതെന്താണ് ഇങ്ങനെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഒരാളുടെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഇത്ര രൂപ ഇയാൾ തരാനുണ്ട്, ഒരു 500 രൂപ നമുക്ക് ഇയാളുടെ അടുത്ത് നിന്ന് കിട്ടാനുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് 500 രൂപയുടെ ഒരു റിക്വസ്റ്റ് നമുക്ക് ഇതിനകത്ത് അവരുടെ നമ്പർ എടുത്ത് അയക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് പകരമായിട്ട് ഓപ്പോസിറ്റുള്ള ആൾ പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യുവാണെന്ന് പറഞ്ഞിട്ട് അവർ നിങ്ങൾക്ക് ഇതുപോലെ ഒരു റിക്വസ്റ്റാണ് അയക്കുന്നത് എങ്കിൽ നിങ്ങളത് ഓക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്ഷൻസിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ UPI നമ്പറും കൂടി നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റ് അവിടെ ഡിഡക്റ്റ് ആവും. അപ്പോൾ നിങ്ങളുടെ കാശാണ് പോകുന്നത്. UPI എന്ന് പറയുന്നത് പാസ്വേഡാണ്. ആ പാസ്വേഡ് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മാത്രമേ പേയ്മെൻറ്റ് ഡിഡക്റ്റ് ആവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ പാസ്വേഡ് അടിക്കുന്നതിന് മുമ്പ് കാര്യങ്ങളെല്ലാം ഒന്ന് വിശദമായിട്ട് വായിച്ച് നോക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ നമുക്ക് പ്ലേ സ്റ്റോറിൽ പോവാം. എന്നിട്ട് ഇവിടെ സെർച്ച് ഓപ്ഷനിൽ നമുക്ക് GPay എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന ആപ്പാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത്. ഇതല്ലാതെ ഗൂഗിളിൻ്റെ തന്നെ ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന GPay വേറെ ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ വാട്സാപ്പ് ഉണ്ട്, വാട്സാപ്പ് ബിസിനസ് ഉണ്ട് എന്ന് പറയുന്ന പോലെ സെയിം യൂസാണ്, പേര് ഡിഫറെൻ്റ് ആണ്. നമുക്ക് കാര്യങ്ങൾക്ക് ബിസിനസ്സിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മാത്രം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ GPay ബിസിനസ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ഓപ്ഷൻ അടിച്ചു. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അതിനുശേഷം ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അതായത് ബാങ്കുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട്, അതായത് Gmail അക്കൗണ്ട് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP സെൻഡ് ചെയ്യുന്നതാണ്. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വെരിഫൈ ആവുന്നതാണ്. നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ OTP വന്നിട്ടുണ്ട്. അതവിടെ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെരിഫിക്കേഷൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ സെക്യൂർ ഗൂഗിൾ പേ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻ പറയുന്നുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് യൂസ് യുവർ സ്ക്രീൻ ലോക്ക്, അതായത് നിങ്ങളുടെ സ്ക്രീൻ ലോക്കിന് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്താണോ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ GPay ഉപയോഗിക്കാൻ തുടങ്ങാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ പേ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാനായിട്ട് 4 ഡിജിറ്റുള്ള ഒരു പിന്ന് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്തിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണ് ഇനി വേറെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്, അവർക്ക് നിങ്ങളുടെ ഫോണിൻ്റെ പാസ്വേഡ് അറിയാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ക്രിയേറ്റ് ഗൂഗിൾ പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു 4 ഡിജിറ്റുള്ള ഒരു പിന്ന് ക്രിയേറ്റ് ചെയ്ത് അത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ സ്ക്രീൻ ലോക്ക് ഉപയോഗിച്ചിട്ടും GPay ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ യൂസ് യുവർ സ്ക്രീൻ ലോക്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ഫോണിൻ്റെ പാസ്വേഡാണിത്, അതാണ് ഞാൻ അടിച്ചത്. ഇനിയിപ്പോൾ എനിക്ക് ഗൂഗിൾ പേ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ ചോദിക്കുന്നത് ആ ഒരു സ്ക്രീൻ ലോക്ക് ആയിരിക്കും. ഇനി ഇവിടെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ ചിഹ്നം കാണുന്നുണ്ട്, അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഗൂഗിൾ പേക്ക് SMS സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആഡ് എ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനകത്തുനിന്ന് നിങ്ങളുടെ ബാങ്ക് ഏതാണോ അത് സെലക്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെർച്ച് ബാർ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഗൂഗിൾ പേ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്യും നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ബാങ്കുമായിട്ട് ഏതെങ്കിലും അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത്. അതുണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതവിടെ കാണിക്കും. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ATM കാർഡിൻ്റെ ലാസ്റ്റ് 6 ഡിജിറ്റ് നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് അതും നമുക്ക് ATM കാർഡിൽ തന്നെ ഫ്രണ്ടിൽ തന്നെ കിട്ടും, അതും കറക്റ്റായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ക്രിയേറ്റ് പിൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു പിൻ ക്രിയേറ്റ് ചെയ്ത് എടുക്കണം. അപ്പോൾ OTP ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഭാഗത്തുനിന്ന് OTP വരും, അത് നമ്മളിവിടെ
ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ATM കാർഡിൻ്റെ പിന്ന്, ആ പിൻ നമ്പർ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വരുന്ന ഓപ്ഷനിലാണ് നമ്മൾ ഈ GPay യൂസ് ചെയ്യാനായിട്ടുള്ള 4 ഡിജിറ്റുള്ള ഒരു പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അത് അടിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് ആഡഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ക്രീൻ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേര്, ഇതിനകത്ത് കാണിക്കുന്ന പേര് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതിനുശേഷം കണ്ടിന്യൂ ഓപ്ഷൻ കൊടുക്കാം. ഈ പേരിലാണ് ഇനി നമ്മുടെ യൂസേഴ്സിന് നമ്മളെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് GPay യൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ്സ് നടത്താം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ താഴെ ന്യൂ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം GPay ഉപയോഗിക്കുന്ന ആളുടെ നമ്പർ അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓട്ടോമാറ്റിക്കലി ആ ഒരു നമ്പറിലുമായിട്ട് ഏത് GPay അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കും. എന്നിട്ട് ഇവിടെ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അടിക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി എത്രയെങ്കിലും രൂപ തരാനുള്ളവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ പേ എന്നുള്ള ഓപ്ഷനിൽ അതിൻ്റെ എമൗണ്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ടിക്ക് ഓപ്ഷൻ അടിച്ചതിന് ശേഷം പ്രൊസീഡ് ടു പേ എന്നുള്ള ഓപ്ഷൻ അടിക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊരു പേയ്മെൻറ്റിന് മുമ്പായിട്ടും ഞങ്ങളോട് UPI ചോദിക്കും. ഈ പിൻ നമ്പർ അടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ബാലൻസ് ഡിഡക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് നടത്താനായിട്ട് ഞാൻ UPI അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് പ്രോസസ്സിംഗ് എന്ന് കാണാം. ഇപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് വന്നിട്ടുണ്ട് പേയ്മെൻറ്റ് ഡിഡക്റ്റ് ആയി എന്നുള്ളത്. ഇനിയിപ്പോൾ ചില സിറ്റുവേഷൻസിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് ഡിഡക്റ്റ് ആയി, പക്ഷേ ഇതിനകത്ത് എമൗണ്ട് സെൻഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് വെറി, അത് ഓട്ടോമാറ്റിക്കലി റീഫണ്ട് ആവുന്നതാണ്. GPay യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് ഏൺ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് 150 കൂടുതലുള്ള എമൗണ്ട് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയിൽ നമുക്ക് 3 പ്രാവശ്യമാണ് ഇങ്ങനെ സ്ക്രാച്ച് കാർഡ്സ് കിട്ടാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ 3 തവണ ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്രൈഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രാച്ച് കാർഡ് കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ എമൗണ്ട്സ് മുതൽ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 700, 400 ആ ഒരു റേഞ്ചിലുള്ളത് എമൗണ്ട്സ് ഇടയ്ക്കായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഇതിനകത്ത് ഓറഞ്ച് കളറിലുള്ള സ്ക്രാച്ച് കാർഡ് നമുക്ക് അതായത് വരുന്ന വെള്ളിയാഴ്ച 10 മണിക്കാണ് അത് റിവീൽ ആവുള്ളൂ. ഈ വെള്ളിയാഴ്ച നടക്കുന്ന ഓറഞ്ച് കളറിലുള്ള സ്ക്രാച്ച് കാർഡ് എന്ന് പറയുന്നത് 1,00,000 രൂപ വരെ നിങ്ങൾക്ക് നേടാനുള്ളൊരു ഓപ്ഷനാണ്. ഇനി ഗൂഗിൾ പേ നമ്പറിലോട്ട് മാത്രമേ നമുക്ക് GPay വഴി യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റൂ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുത്താലും GPay യൂസ് ചെയ്ത് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്.